അപ്പോഴല്ലേ ക്രിസ്മസ് ആയപ്പോൾ മുതൽ ആഗ്രഹിക്കുന്നതാണ് കുറച്ച് അച്ചപ്പം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ക്രിസ്മസും കഴിഞ്ഞു, ഈസ്റ്റർ ആവാറായി. ഇപ്പോഴാണ് എനിക്ക് അച്ചപ്പം ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയത്. അപ്പോൾ ഇതാ ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചു. എന്നിട്ടത് വാരിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് കൊടുത്തു. എന്നിട്ടൊരു 2 മുട്ട ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ആവശ്യത്തിന് കുറച്ച് ഉപ്പ്. പിന്നെ ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത്, അപ്പോൾ മധുരം കുറവായിരുന്നു. പിന്നെ ഞാൻ ഒരു 1/2 കപ്പും കൂടി ആഡ് ചെയ്തു. പിന്നെ ഞാനൊരു 1 കപ്പ് തേങ്ങാപ്പാൽ ആവശ്യത്തിന് ചേർത്തിട്ട് നല്ലോണം ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുത്തു. ഇതാ ഈ ഒരു പരുവത്തിൽ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് എള്ളും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായി. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾക്ക് എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള അച്ചപ്പം റെഡിയാക്കിയെടുക്കാം. കണ്ടോ, നല്ല ക്രിസ്പായിട്ടും തിന്നായിട്ടുള്ള സൂപ്പർ അച്ചപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യമേ തന്നെ ചൂടായ എണ്ണയിൽ നമ്മൾ കുറച്ച് നേരം ഈ അച്ചിട്ട് വെക്കണം. എന്നിട്ട് ആ ചൂടനെ അച്ചെടുത്തിട്ട് നമ്മൾ മാവിൽ മുക്കിയിട്ട് അപ്പോൾ നല്ലൊരു സൗണ്ട് കേൾക്കും. എന്നിട്ട് നമ്മളത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തട്ടിയൊന്നും കൊടുക്കണ്ട, പെട്ടെന്ന് തന്നെ അത് താഴേക്ക് വീണു വന്നോളും. ഇതുപോലെ നമുക്ക് ഓരോ അച്ചപ്പവും ചുട്ടെടുക്കാം കേട്ടോ. കണ്ടോ, നല്ല ഈസിയാണ്, സൂപ്പർ ഈസി ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തൊരു 30-35 അച്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് കൺസിസ്റ്റൻസി അനുസരിച്ചിരിക്കുന്നു തോന്നുന്നു, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. പക്ഷേ സൂപ്പർ ഈസിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ ഞങ്ങൾ പോയി അച്ചപ്പം കഴിക്കട്ടെ. ബൈ.